ഹലോ. അപ്പോ ഇന്ന് കർക്കിടകം 1 അതുകൊണ്ടാണ് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്ന് ഇങ്ങനത്തെ ഒരു ലുക്കിലിരിക്കുന്നത്. ഒരു മനുഷ്യ സ്ത്രീയുടെ ലുക്കിലൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഈ ശാമ്പറ എടുത്തിട്ട് ഞാൻ ഒരു ആംബിയൻസിന് വേണ്ടി വെച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്കല്ല എനിക്ക്. നിങ്ങൾക്ക് ഇതുവഴി പണം വരത്തില്ലെന്ന് എനിക്കറിയാം. ഓക്കെ. അപ്പം അയ്യോ, ഇന്ന് രാമായണ മാസം തുടങ്ങുന്നോണ്ട് ഞാൻ രാമായണം വായിക്കാൻ വന്നതൊന്നും അല്ല കേട്ടാ. ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും രാവിലെ വീഡിയോ എടുക്കുന്നത്. നോക്കിയപ്പോ ഇവിടെ ആരും ഇല്ല. അപ്പൊ ഞാൻ വെച്ചെന്നാ പിന്നെ പെട്ടെന്ന് ഒന്ന് എടുത്തേക്കാന്ന്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാൽ ഞാൻ വേറൊന്നും പറഞ്ഞ് ഡിസ്ട്രാക്ട് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഇന്നിപ്പോ ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്ത വീഡിയോയിലോട്ട് പോവാം. അതായത് എന്റെ യൂട്യൂബ് ജേണിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എനിവേസ് തുടങ്ങിയാലോ. ഞാന് 2023 എന്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു പോയ ഒരു സമയമുണ്ട്. ഞാൻ എന്റെ കൈ ഇങ്ങനെ മുറുക്കി വെച്ചിരുന്നാണ് പറയണത്. കാരണം അല്ലെങ്കിൽ ഞാൻ കരയും കേട്ടോ. അതുകൊണ്ട് എനിക്ക് കരഞ്ഞു മെഴുകാൻ വയ്യ. ഞാൻ എന്നെ തന്നെ ഇങ്ങനെ കടിച്ചു പിടിച്ചു വെച്ചിരുന്നാണ് പറയണത്. കാര്യം എന്തെന്ന് വെച്ചാല് എന്റെ ലൈഫിൽ അത്രയും ഒരു ഹാർഡസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. ഭയങ്കര ബാഡ് ചാപ്റ്റർ ആയിരുന്നു ആ ഒരു ടൈം എന്ന് പറയണത്. ഓക്കെ, അപ്പം രാവിലെ തന്നെ എനിക്ക് കരഞ്ഞു മെഴുകാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ ഞാൻ കൺട്രോൾ ചെയ്ത് വെച്ചേക്കണത്. ഓക്കെ, അപ്പൊ 2023 എനിക്ക് എത്ര വലിയ ഭയങ്കര സുഖമുള്ള ഒരു വർഷമൊന്നും അല്ലായിരുന്നു. 2023 ഒരു ജൂൺ തൊട്ട് ഞാൻ എന്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു പോയി. ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ഈ ഒരു 2023 കഥ എനിക്ക് പറയേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ത്രില്ലായിട്ട് വന്ന് രാവിലെ വീഡിയോ എടുത്തത്. പക്ഷെ അതിപ്പോ ഓർത്തപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ഓക്കെ. അപ്പം 2023 എന്റെ ലൈഫിൽ പല 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 മറ്റേ സിനിമയെക്കാളിലും ഒക്കെ ട്വിസ്റ്റ് ഒക്കെ നടന്ന ഒരു വർഷമായിരുന്നു. അപ്പൊ 2023 ഞാൻ കമ്മിറ്റഡ് ആയിരുന്നു. എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആ റിലേഷൻഷിപ്പ് ബന്ധപ്പെട്ട കുറെ പ്രശ്നങ്ങൾ, അതാണെങ്കിൽ ഒരു സീക്രട്ട് ഒരു പ്രൈവറ്റ് റിലേഷൻഷിപ്പ് ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ ആരടുത്തും അങ്ങനെ പേഴ്സണലി പോയി ഷെയർ ചെയ്യാറില്ല ഞാൻ കമ്മിറ്റഡ് ആണെന്നോ ഇതാണ് ആളെന്നോ ഒന്നും ഞാൻ പറയാറില്ലായിരുന്നു. മാത്രമല്ല ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു. ദൂരം കൂടുന്തോറും ചായയുടെ സ്വാദ്, പക്ഷെ എന്തോ ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടും എന്ന് പറയുന്ന പോലെ ഞാനും ചേട്ടായി ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരുന്നു. പിന്നെ ലൈക്ക് കുറെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഞാനിങ്ങനെ വൺ സൈഡ് എഫേർട്ട് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തോണ്ടിരുന്നത്. ബിക്കോസ് എനിക്കൊരു ഹോപ്പ് അല്ലെങ്കിൽ എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഓക്കെ, ആൾ എന്തൊക്കെ വന്നാലും എന്നെ കല്യാണം കഴിക്കും, ഞാനും ആളും ഒരുമിച്ച് മറ്റേ എന്നസുള്ള ഏതസുള്ള എന്ന് പറയുന്ന ഒരു പാട്ടില്ലേ, മറ്റേ തങ്കമകളിലെ അത് കണക്ക് നമ്മൾ ജീവിക്കും എന്നൊക്കെയായിരുന്നു എന്റെ ഒരു ആഗ്രഹം. പക്ഷെ അത് ഫ്ലോപ്പ് ആയി പോയി, അത് ബ്രേക്കപ്പ് ആയി. അപ്പൊ ആ ബ്രേക്കപ്പിന്റെ ചില ആഫ്റ്റർ എഫക്റ്റും പിന്നെ അതല്ലാതെ എന്റെ കുറച്ച് പ്രശ്നങ്ങൾ. ഓക്കെ, അപ്പം അങ്ങനെ 2023 എനിക്ക് കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല, വേറെയും കുറെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങള്, കോളേജിലെ പ്രശ്നങ്ങള്, അങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റാത്തതും പറയാൻ പറ്റാത്തതുമായ കുറെ പ്രശ്നങ്ങള്. അങ്ങനെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ലൈക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുവാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആ സമയത്ത് റിലേഷൻഷിപ്പ് ഇല്ല, ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. അപ്പം ഞാൻ എന്റെ ലൈഫിൽ കംപ്ലീറ്റ്ലി ഒറ്റപ്പെട്ടു പോയി. ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സ്റ്റിൽ ഓർമ്മയുണ്ട്, ഞാൻ ഈ ഒരു റൂമിനകത്താണ് ഞാൻ സർവൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഞാൻ രാവിലെ എഴുന്നേക്കും, പല്ല് തേക്കും, ഫുഡ് കഴിക്കും, ലൈക്ക് ഇങ്ങനെ ഒരേ റൊട്ടീൻ തന്നെ ഇങ്ങനെ ഒരു ലൂപ്പിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്നു. എന്റെ ലൈഫിൽ ഒരു പുതുതായിട്ട് ഒരു കാര്യവും ഇല്ല. ഞാൻ ഭയങ്കര മറ്റേ ലൈക്ക് നിങ്ങൾക്ക് തന്നെ ഞാൻ പറയാതെ അറിയായിരിക്കുമല്ലോ, ഇങ്ങനെ ഇപ്പൊ ഒരു അൺഎംപ്ലോയിഡ് ഒക്കെ ഇപ്പോഴാണെങ്കിൽ ഞാൻ സത്യം പറഞ്ഞ ഇപ്പൊ ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യണ എനിക്ക് നല്ലൊരു സമാധാനം കിട്ടുന്ന കാര്യമാണ്. അപ്പം അന്നാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ്സും എന്ന് വെച്ചാൽ ഒരു കമ്മിറ്റ്മെന്റ്സും ഇല്ല. അപ്പൊ എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇപ്പൊ ഇൻ കേസ് ഞാനിപ്പോ ഒരു ദിവസം ഓൺലൈനിൽ ഇല്ലായിരുന്നാൽ പോലും എന്നെ അന്വേഷിക്കാൻ ആരുമില്ല. ആ ഒരു സ്റ്റേജ് ഓഫ് ലൈഫ് ആയിരുന്നു. ആരുമില്ല എനിക്ക്. എന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും ഇല്ലാത്ത ഒരു സമയം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു പോയൊരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒറ്റപ്പെട്ട് നിങ്ങൾക്ക് പേഴ്സണലി ഇപ്പൊ എന്തായാലും അറിയായിരിക്കും, ഞാൻ ഒരു ടോക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. എനിക്ക് ഇങ്ങനെ കലബില സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരാളെ പിടിച്ചിരുത്തി സംസാരിക്കാൻ കിട്ടിയ എനിക്ക് അതിലും വലിയ കാര്യം വേറൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ എന്റെ ലൈഫിൽ ഒറ്റപ്പെട്ടു പോയത്. അപ്പൊ ഞാൻ ആരടുത്തും സംസാരിക്കാതെ ഞാൻ മറ്റേ സംസാരശേഷിയെ ഇല്ലാത്ത ഒരു മനുഷ്യനെ പോലെ ആയി. അതായത് എനിക്ക് സംസാരിക്കാൻ ആരും ഇല്ല, അതാണ് സത്യം. അപ്പൊ ഞാൻ മറ്റേ സംസാരശേഷിയെ ഇല്ലാത്ത ആൾക്കാരെ പോലെ ആയിപ്പോയി. അതായത് ഞാൻ മറ്റേ സൈലന്റ് മോഡിലായിരുന്നു എന്റെ ലൈഫ്.
സൈലന്റ് മോഡ് ആക്ടിവേറ്റഡ് ആയിരുന്നു. അതായത് ഒരു നോയ്സും ഇല്ല, ഒരു സൗണ്ടും എഫക്റ്റോ ഒന്നും ഇല്ലാത്ത ഒരു ലൈഫായിരുന്നു. എനിക്ക് അതിപ്പോ ഓർക്കാൻ കൂടി വയ്യട്ടെ. കാരണം വെച്ചാൽ എന്നെ അത്രയും നശിപ്പിച്ച ഒരു വർഷമായിരുന്നു 2023. അങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മുടെ ഗൂഗിൾ ദൈവത്തിനെ പോലെ യൂട്യൂബിനകത്ത് ഷോർട്സ് എന്ന് പറഞ്ഞ ഒരു സാധനം ലോഞ്ച് ചെയ്യണത്. നിങ്ങൾ യൂട്യൂബ് ആദ്യം മുതലേക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. യൂട്യൂബിനകത്ത് ഷോർട്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനേ ഇല്ലായിരുന്നു, അങ്ങനെ ഒരു ഫീച്ചറേ ഇല്ലായിരുന്നു. അപ്പൊ അത് ലോഞ്ച് ചെയ്ത സമയത്ത് ഈ ആൾക്കാർ മിനി വ്ലോഗ് എന്നും പറഞ്ഞ ഒരു സാധനം ചെയ്യാൻ തുടങ്ങി. അതായത് ഇങ്ങനെ ലൈക്ക് ഇപ്പൊ ഒരു മോർണിംഗ് റൊട്ടീൻ, അല്ലെങ്കിൽ ഒരു ഈവനിങ് റൊട്ടീൻ, അല്ലെങ്കിൽ ഒരു നൈറ്റ് റൊട്ടീൻ, അല്ലെങ്കിൽ ഒരു ട്രാവൽ മിനി വ്ലോഗ്, അങ്ങനെ ഈ മിനി വ്ലോഗ് ട്രെൻഡിങ് ആയി. ആ സമയത്താണ് ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ ഒരു മോചനം വേണമെന്നും പറഞ്ഞ് ഞാൻ യൂട്യൂബിലോട്ട് ആവണത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിലായിരിക്കും കൂടുതൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. ബിക്കോസ് അപ്പൊ ഞാൻ യൂട്യൂബേ ഉപയോഗിക്കാതിരുന്ന ഒരാൾ ഞാൻ ഈ ഷോർട്സ് ഇരുന്ന് കാണാൻ തുടങ്ങി. അപ്പൊ ഈ ഷോർട്സിനകത്തെന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മുടെ അടുത്ത് സംസാരിക്കണ പോലെയല്ല. അതായത് ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് രാവിലെ ഇങ്ങനെ പോയി, അങ്ങനെ പോയി, ഇങ്ങനെ പോയി, ലൈക്ക് അവർ നമ്മളെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ പോലെയല്ലേ. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ അടുത്ത് ഒരാൾ സംസാരിക്കുന്നുണ്ട്. ലൈക്ക് കുറച്ച് വട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ എന്റെ അന്നത്തെ ഒരു ലൈഫ്, ആ ഒരു സ്റ്റേജ് ഓഫ് ലൈഫില് എനിക്ക് ഭയങ്കര ഒരു സമാധാനമായിരുന്നു ഈ ഒരു ഷോർട്സ് ലോഞ്ച് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു മിനി വ്ലോഗ് കാണുന്നതൊക്കെ. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇങ്ങനെ ആൾക്കാരെ, ഞാൻ ഇന്ന് രാവിലെ അവിടെ പോയിരുന്നു, ഇവിടെ അപ്പം അവർ എന്റെ അടുത്ത് അത് പറയണ പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ച ഓക്കെ, എന്റെ അടുത്ത് സംസാരിക്കാൻ ആൾക്കാരുള്ള പോലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അഡിക്റ്റ് ആയി. ഒരു മിനി വ്ലോഗ് അല്ലെങ്കിൽ ഒരു ഷോർട്സ് ചെയ്യണവരെ വീഡിയോ കണ്ട് ഞാൻ അഡിക്റ്റ് ആയി കഴിഞ്ഞപ്പോ ഞാൻ വിചാരിക്കുവാണ് എന്തുകൊണ്ട് എനിക്ക് തുടങ്ങിക്കൂടാ. അപ്പം എനിക്കിപ്പോ സംസാരിക്കാൻ ആരും ഇല്ലെന്ന് പറഞ്ഞല്ലേ ഞാൻ മറ്റേ ഒരു സൈലന്റ് മോഡിൽ ജീവിക്കണത്. അപ്പൊ ഞാനും ഇത് സ്റ്റാർട്ട് ചെയ്താൽ പോരെ, അപ്പൊ എനിക്ക് സംസാരിക്കാറില്ല എന്നുള്ള ഒരു സാധനം വന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ, ഞാൻ കാണിച്ചു തരാം, ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ബിൽഡപ്പ് ഒക്കെ ഇട്ട് വേണം വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് എന്റെ ലൈഫിൽ ആദ്യത്തെ ഫോണ്. ഇതൊരു സാംസങ് A20s എന്ന് പറഞ്ഞ ഫോണാണ്. അപ്പൊ ഇതാണ് എന്റെ ലൈഫിലെ ഫസ്റ്റ് ഫോൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ഞാൻ ഉപേക്ഷിക്കാതെ കൊണ്ട് നടക്കുന്നത്. ഇത് നശിച്ചെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഒരു 5-6 വട്ടമെങ്കിലും കുറഞ്ഞത് ഡിസ്പ്ലേ മാറ്റിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫോണാണ്. ചില സമയത്ത് ഞാൻ മറ്റേ ഡിസ്പ്ലേ ഇങ്ങനെ സോറി ഗൈസ്, ഞാൻ ഇതിനെ ഇപ്പൊ വലിച്ചിളക്കി എടുത്തു. അപ്പം ഇതിന്റെ ഡിസ്പ്ലേ ഇങ്ങനെ ഇളകി വരുമായിരുന്നു കേട്ടോ. അപ്പൊ ആ സമയത്ത് ഞാൻ ഒരു റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട്, അല്ലെങ്കിൽ മറ്റേ ഡിസ്കോ ബാർ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ, ഒരു ബ്ലാക്ക് കളർ, ഞാൻ അതൊക്കെ ഇട്ട് കൊണ്ടുവരുന്ന ഒരു ഫോണാണ്. എന്നെ പലരും ഈ ഫോണും വെച്ച് കളിയാക്കിയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ അവരെയൊക്കെ ഞാൻ ഒന്ന് സ്മരിക്കാന്ന് വിചാരിച്ചു. ഓക്കെ, പലരും എന്നെ അങ്ങനെ കളിയാക്കിയിട്ടുണ്ട്. അപ്പം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ, അല്ലെങ്കിൽ ഇങ്ങനെ മിനി വ്ലോഗ് എടുത്ത് തുടങ്ങാനായിട്ട് എന്റെ ഒരു ഏറ്റവും വലിയ വെല്ലുവിളി ഇതിനകത്തുള്ള ഫോഗി ക്യാമറ ആയിരുന്നു. അതായത് ഇതിനകത്തുള്ള ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മൾ വാഗമണ്ണിലൊക്കെ പോയി നിന്ന് വീഡിയോ എടുക്കണ പോലെ ഇരിക്കും. ഭയങ്കര ഒരു ഫോഗി ക്യാമറ ആയിരുന്നു. എന്ന് വെച്ചാൽ ഇതെല്ലാം അടിച്ചു പോയി ഫോണിൽ. അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഫോണെന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതല്ലാതെ ഞാൻ പല വീഡിയോ ചെയ്യുമ്പോഴും എന്നെ ആൾക്കാർ കളിയാക്കും. ലൈക്ക് ഞാൻ മറ്റേ മൂന്നാറിൽ നിന്ന് വീഡിയോ ചെയ്യണ പോലെ ലൈക്ക് ഒരു ഫോഗി എഫക്റ്റ് ഉണ്ടായിരുന്നു എന്റെ ക്യാമറയിൽ. എന്റെ ക്യാമറ അത്ര ക്ലാരിറ്റി ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അങ്ങനെ ക്യാമറ ക്വാളിറ്റി ഇല്ലെങ്കിൽ കൂടി ഞാൻ ഈ ഫോൺ വെച്ച് ഞാൻ വീഡിയോകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് ആരും കണ്ടിട്ടില്ല, പുറം ലോകം കാണാത്ത വീഡിയോകളാണ്. ഞാൻ ബ്ലോഗ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഹലോ ഗൈസ്, നമ്മൾ ഇന്ന സ്ഥലത്ത് പോവേണം എന്നൊക്കെ പറഞ്ഞ ലൈക്ക് എന്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ഇതിലും വ്ലോഗ് ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് പുറം ലോകം കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഈ ഫോണിനകത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടാ. ഐ സ്റ്റിൽ റിമെമ്പർ, ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ എടുക്കണത് ഞാനും എന്റെ കസിൻ അനിക്കുട്ടി ആയിട്ട് ഞങ്ങള് പനങ്ങോട് ജംഗ്ഷനിൽ പോയി. അപ്പൊ എന്റെ വീടിരിക്കണതിന്റെ അടുത്ത സ്റ്റോപ്പാ പനങ്ങോട് ജംഗ്ഷൻ. അപ്പൊ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ എപ്പോഴും ഫേസ് ടിഷ്യൂ മേടിക്കണത്. ഞാൻ അങ്ങനെ ഒരു ദിവസം ടിഷ്യൂ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും എന്റെ കസിനും കൂടെ ടിഷ്യൂ മേടിക്കാൻ പോവാണ്. അപ്പൊ നമ്മളിങ്ങനെ റോഡേ പോയപ്പം ഹലോ ഗായ്സ്, നമ്മൾ ടിഷ്യൂ മേടിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്ന് അതൊരു തമാശയാണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്റെ ഉള്ളിൽ എവിടെയോ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ അന്ന് ഞാൻ ചുമ്മാ കളിക്കൊക്കെ എടുത്ത് അങ്ങനെ ഇങ്ങനെ ലൈക്ക് പിന്നെ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുമായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. പക്ഷെ ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫോഗി ഒരു ക്യാമറയാണ്. ഈ ക്യാമറയിൽ എടുത്ത് എന്തെങ്കിലും വീഡിയോ ഫോട്ടോ എന്റെ ഗാലറിയിൽ മുന്നേ കിടപ്പുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയണത്.
അങ്ങനെ എനിക്ക് എന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ അത്ര ക്യാമറ ക്വാളിറ്റി ഉള്ള ഒരു ഫോൺ ഇല്ല. അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. വീഡിയോ എടുത്താലും ലൈക്ക് അത് ആൾക്കാർക്ക് കാണുമ്പോ ഒരു ഭംഗി വേണ്ടേ. ലൈക്ക് ഇപ്പൊ ഞാൻ പക്ഷെ പറയൂല, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏത് ഫോൺ ഉണ്ടോ നിങ്ങൾ വീഡിയോ എടുക്കാനേ ഞാൻ പറയത്തുള്ളൂ. അന്ന് എനിക്ക് അതങ്ങനെ തോന്നിയില്ലായിരുന്നു, എനിക്ക് അതന്നൊരു ഇൻസെക്യൂരിറ്റി ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ നിങ്ങൾ ആരെങ്കിലും കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്, ഞാൻ പറയും നിങ്ങൾ ആ ഫോഗി ക്യാമറ വെച്ച് വീഡിയോ എടുത്ത് തുടങ്ങണം എന്ന് ഞാൻ പറയും. പക്ഷെ അന്ന് എനിക്ക് അതൊരു ഇൻസെക്യൂരിറ്റി ആയിരുന്നു. എനിക്ക് അന്ന് അത് റിയലൈസേഷനും ഉണ്ടായില്ല. ലൈക്ക് ഞാൻ ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി ആണെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ നമ്മൾ ഈ കാണുന്ന എല്ലാവരുടെ വീഡിയോയും അത്യാവശ്യം ക്ലാരിറ്റി ഉള്ളയാ. അപ്പൊ ഞാൻ വിചാരിക്കും ഓക്കെ, എന്റെ വീഡിയോ ആര് കാണാനാ, അല്ലെങ്കിൽ എന്നെ ഒരു 10 പേർക്ക് പോലും അറിയത്തില്ല. അപ്പൊ ഞാൻ ഈ ഫോഗി വീഡിയോയും കൂടെ ഇട്ടാ ഞാൻ വാഗമണ്ണ് പോയി നിന്ന് വീഡിയോ എടുക്കണ പോലെ വല്ല ആൾക്കാർക്ക് വിചാരിച്ചാലോ എന്ന് അന്ന് എനിക്ക് ഇൻസെക്യൂരിറ്റീസ്. അപ്പൊ അന്ന് എനിക്ക് ഇങ്ങനെ കുറച്ച് ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയൊരു ഇൻസെക്യൂരിറ്റി അടുത്തത് എന്റെ വോയിസ് ആണ്. ഐ റിയലി ഹേറ്റ് മൈ വോയിസ്. എനിക്ക് എന്റെ വോയിസ് ഇഷ്ടമല്ല. ഇപ്പൊ പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷെ സ്റ്റിൽ ഐ ഹാവ് സം റീസൺ, എന്തൊക്കെയോ ഇൻസെക്യൂരിറ്റി എനിക്കുണ്ട്. എന്റെ വോയിസ് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമില്ല. അപ്പോ അടുത്ത ഒരു ഇൻസെക്യൂരിറ്റി ആണ് എന്റെ വോയിസ്. എന്റെ വോയിസ് എനിക്ക് ഇഷ്ടമേ അല്ല. എന്ന് വെച്ചാൽ ഞാൻ ആർക്കും വോയിസ് മെസ്സേജ് അയക്കൂല. ആർക്കും ലൈക്ക് ആരെങ്കിലും ഒന്ന് വോയിസ് മെസ്സേജ് അയക്കാൻ പറഞ്ഞാൽ പോലും ഞാൻ അയക്കത്തില്ല. എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു. എന്റെ വോയിസ് എനിക്ക് ഇഷ്ടമേ അല്ല. ഇപ്പൊ ഞാൻ തന്നെ ചില സമയത്ത് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും എമർജൻസിയിൽ വോയിസ് അയക്കാതെ ഒരു സിറ്റുവേഷൻ ഇല്ലെന്നായി ഞാൻ വോയിസ് മെസ്സേജ് അയച്ചാലും ഞാൻ തന്നെ ഒരു അയച്ചു കഴിഞ്ഞിട്ട് ഒരു 50 വട്ടം ഇരുന്ന് കേൾക്കും ഞാൻ അതിങ്ങനെ വീണ്ടും വീണ്ടും. ലൈക്ക് ഐ റിയലി എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത്. ഇപ്പോഴല്ല, അതൊരു വലിയ പ്രശ്നമല്ല. നമ്മളെ ജീവിതത്തിൽ ഇതിനെക്കാട്ടി വലിയ പ്രശ്നങ്ങൾ വരാനുണ്ടെന്ന് അന്ന് ഞാൻ വിചാരിച്ചില്ല സത്യമായിട്ടും. അപ്പൊ അന്ന് ഇതൊക്കെ വെച്ച് നോക്കണെങ്കിൽ ഇപ്പൊ ഉള്ള എന്റെ പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞാ ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പൊ അന്ന് ഞാൻ അറിഞ്ഞില്ല ഇതൊരു ചെറിയ പ്രശ്നമാണ്, ഇതിലും വലുതൊക്കെ വരാൻ കിടക്കണേ ഉള്ളൂ എന്ന്. അപ്പം എന്റെ കയ്യിൽ ഒരു ക്വാളിറ്റി ഉള്ള ക്യാമറ ഇല്ല. എന്റെ വോയിസ് എനിക്ക് ഇൻസെക്യൂരിറ്റി ആണ്. അങ്ങനെ കുറച്ച് ചാലഞ്ചസ്. അപ്പൊ ഈ ഒരു ക്യാമറ ക്വാളിറ്റിയുടെയും എന്റെ വോയിസിന്റെ പ്രശ്നം മാറ്റി വെച്ചാൽ എനിക്ക് വീഡിയോ ചെയ്യണതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല. ഞാൻ കോൺഫിഡന്റ് ഒക്കെ ആയിരുന്നു. എനിക്ക് അങ്ങനെ വേറെ കോൺഫിഡൻസ് പ്രശ്നമോ അല്ലെങ്കിൽ ആരെങ്കിലും കളിയാക്കുവോ എന്നൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു മൈൻഡ് എനിക്കില്ലായിരുന്നു. അങ്ങനത്തെ ഒരു ഇൻസെക്യൂരിറ്റി എന്തോ എനിക്കില്ലായിരുന്നു. എനിക്ക് അതിനുള്ള ഗട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ലൈഫിൽ ആ സമയത്ത് എനിക്ക് ഒരു ഫീമെയിൽ ഫ്രണ്ട് ഉണ്ട്. അപ്പോ അവളോട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുവടി എനിക്ക് ഇങ്ങനെ വ്ളോഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടവാ, എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഇഷ്ടവാ എന്നൊക്കെ ഞാൻ പറയാം. അപ്പം ഞാൻ എന്റെ ആ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞടി എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന്. അപ്പം ആ ഒരു 2023 ഓണം ആവാറായപ്പോ അമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഫോൺ മേടിച്ചു തരാം, ഓണം ആവട്ടെ, ഓണത്തിന് എന്തെങ്കിലും ഓഫർ ഒക്കെ വരുമ്പോ നമുക്ക് ഫോൺ മേടിക്കാന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ അമ്മ പറഞ്ഞിട്ട് അമ്മ എന്നെ ചീറ്റ് ചെയ്ത് കേട്ടോ. അപ്പൊ എന്റെ അമ്മ അങ്ങനെ എനിക്ക് ഇങ്ങനെ ഭയങ്കര വലിയ വലിയ മോഹ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ട് എന്നെ പറ്റിക്കാറുണ്ട്. എന്റെ അമ്മ ഒരു ചീറ്ററാണ് ഗൈസ്. അപ്പൊ എന്റെ അമ്മ ഇങ്ങനെ എനിക്ക് വലിയ വലിയ മോഹ വാഗ്ദാനങ്ങളൊക്കെ തന്ന് എന്നെ പറ്റിക്കാറുണ്ട്. ഇപ്പോഴും ചെയ്യാറുണ്ട്. ഞാൻ ഇത്രയും വളർന്നിട്ടും എന്റെ അടുത്ത് ചെയ്യാറുണ്ട്. അത് പോട്ടെ. 2023 അപ്പൊ ഓണം കഴിഞ്ഞ് പിന്നെ അപ്പൊ ക്രിസ്മസ് ആവട്ടെ എന്ന് പറഞ്ഞു. ക്രിസ്മസ് ആവുമ്പോ ഫോൺ മേടിച്ചു തരാന്ന് പറഞ്ഞ് ക്രിസ്മസ് ആയപ്പോഴും മേടിച്ചു തരുന്നില്ല. എന്റെ ബർത്ത് മന്ത് എന്ന് പറഞ്ഞാൽ ഡിസംബർ ആണ്. അപ്പൊ ക്രിസ്മസ് അടുപ്പിച്ചാണ് എന്റെ ബർത്ത്ഡേയും. അപ്പൊ അമ്മ പറഞ്ഞാൽ പിന്നെ ബർത്ത്ഡേക്ക് മേടിച്ചു തരാമേ. പക്ഷെ എന്നിട്ടും അമ്മ എനിക്ക് മേടിച്ചു തന്നില്ല. അങ്ങനെ അമ്മ എന്നെ പറ്റിച്ചു. അപ്പൊ ഞാൻ പിന്നെ ഒരു ഹോപ്പും ഇല്ലാതിരിക്കുക. പിന്നെ അങ്ങനെ ഫോൺ കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പായി. അപ്പൊ ഞാൻ ഇതും വെച്ച് തന്നെ തുടങ്ങാന്ന് തീരുമാനിച്ചു. ബിക്കോസ് എനിക്ക് അത്രയും ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ അത്ര എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് അത്രയും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സത്യം. എനിക്ക് അത്രയും ഭയങ്കര എന്റെ ഒരു ജെനുവിൻ ആഗ്രഹമായിരുന്നു. അത് എന്റെ ഒരു ജെനുവിനിറ്റി കൊണ്ടായിരിക്കണം 2023 തീരാറായപ്പോഴത്തേക്കും, അതായത് ഡിസംബറിൽ എന്റെ ലൈഫിലോട്ട് ഒരു പേഴ്സൺ കടന്നു വരികയും ആ പേഴ്സൺ എനിക്ക് ഫോൺ മേടിച്ചു തരികയും ചെയ്തു. ആ ഒരു പേഴ്സൺ എന്റെ അടുത്ത് ചോദിച്ചു നിനക്കിപ്പോ ഒരു പുതിയ ഫോൺ മേടിക്കാനാണെങ്കിൽ നീ ഫസ്റ്റ് എന്തായിരിക്കും നോക്കണേന്ന്. അപ്പൊ ഞാൻ വേറൊന്നും ആലോചിക്കാൻ പോലും നിന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ ക്യാമറയെ നോക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചാൽ അതെന്താ? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്ക് ഇഷ്ടവാ, എനിക്ക് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇഷ്ടവാ, എനിക്ക് അതുകൊണ്ട് ഞാൻ ക്യാമറ മാത്രമേ നോക്കത്തുള്ളൂ. ഞാൻ എന്തൊരു മണ്ടനാണെന്ന് ആലോചിക്കണം. ബാറ്ററി ഇല്ലാതെ ഒരു ഫോൺ വർക്ക് ചെയ്യത്തേ ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞതാണ് ക്യാമറ മതി.
അങ്ങനെ ആ പേഴ്സൺ ആണ് എനിക്ക് ആദ്യമായിട്ട് ഒരു ഫോൺ മേടിച്ചു തരുന്നത്. ആദ്യമായിട്ട് എന്റെ മമ്മിയാണ് എനിക്ക് ഈ ഫോൺ മേടിച്ചു തന്നത്. രണ്ടാമതായിട്ട് എനിക്കൊരു ഐക്യൂന്റെ ഒരു ഫോണാണ് മേടിച്ചു തന്നത്. അതിനകത്ത് ക്യാമറയൊക്കെ നല്ല നല്ല ഇടിവെട്ടി ക്യാമറയായിരുന്നു എന്റെ ലൈഫിൽ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ രണ്ട് പേഴ്സണും ഇപ്പൊ എന്റെ ലൈഫിലില്ല. ഞാൻ പറഞ്ഞ ആ ഒരു ഫീമെയിൽ ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ എനിക്ക് വീഡിയോ എടുക്കാൻ ആഗ്രഹമുണ്ടെന്ന്. ആ ഫീമെയിൽ ഫ്രണ്ട് ഇപ്പൊ എന്റെ ലൈഫിലില്ല. ഈ ഫോൺ മേടിച്ചെന്ന ആളും ഇപ്പൊ എന്റെ ലൈഫിലില്ല. ഓക്കെ, അവർ രണ്ടുപേരും എന്റെ ലൈഫിൽ ഇപ്പൊ ഇല്ല. ഓക്കെ, വട്ടവർ. എന്റെ കാലൊന്ന് മരവിച്ച് കേട്ടോ. എന്റെ കാല് മറ്റേ സെൻസേഷനെ ഫീൽ ചെയ്യുന്നില്ല. അതാണ്ടേ അടിച്ചിട്ട് പോലും എനിക്ക് അറിയുന്നില്ല. കാലടിച്ചു പോയി ഗായ്സ്. അങ്ങനെ ഈ ഫോൺ കിട്ടണതിന് മുന്നേ, അതായത് ഞാൻ ഈ ഫോൺ യൂസ് ചെയ്തോണ്ടിരുന്ന സമയത്തെ ഞാൻ ഒരു യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങിയായിരുന്നു. അതായത് യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങി. ഓക്കെ, ഇത് വെള്ളം ലേറ്റ് ആയോ? ഓക്കെ, സോറി, എന്റെ ലൈറ്റ് ഒന്ന് അടിച്ചു പോയതാണ്. ഇതൊക്കെ ഒരു മറ്റേ എന്റെ അമ്മ പറയണ പോലെ ഒരു ഒട്ടുസൂത്രത്തിലൊക്കെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യണത്. അപ്പൊ ഏത് നിമിഷം വേണോ ഇതൊക്കെ അടിച്ചു പോവാം. അങ്ങനെ ഒന്ന് ലൈറ്റ് അടിച്ചു പോയതാണ്, ക്ഷമിക്കുക. പറഞ്ഞുകൊണ്ട് വന്ന ഫ്ലോയും പോയി, ലൈറ്റും പോയി, എല്ലാം പോയി എന്നായി പോയി. ഓക്കെ, അപ്പം ഞാൻ ഈ പുതിയ ഫോൺ എന്റെ കയ്യിൽ കിട്ടണതിന് മുന്നേ ഞാൻ ഈ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ യൂട്യൂബിൽ ഒരു അക്കൗണ്ട് തുടങ്ങി. അതായത് ഞാൻ വലിയ ഡെക്കറേഷൻ ഒന്നും പോയില്ല. ഞാൻ എന്റെ പേര് തന്നെ അക്കൗണ്ടിന് കൊടുത്തു. അതായത് അഞ്ജലി ബി ആർ എന്ന് ഞാൻ കൊടുത്തു. കാരണം എന്ന് വെച്ചാൽ എന്റെ ഒഫീഷ്യൽ നെയിം അഞ്ജലി ബി ആർ എന്നാണ്. ബിക്കോസ് എന്റെ അച്ഛന്റെ അമ്മയുടെ പേരിന്റെ ആദ്യത്തെ ലെറ്ററാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നെ അങ്ങനെ തന്നെ അറിയപ്പെട്ടാൽ മതി. കാരണം എനിക്ക് ആരാണോ ഈ അഞ്ജലി എന്നുള്ള പേരിട്ടത് അവരാണല്ലോ ഈ ബി ആറും കൂടെ ചേർത്തത്. അപ്പൊ ഞാൻ ജനിച്ചപ്പോഴേ എന്നെ അങ്ങനെ അറിയപ്പെടണം എന്നുള്ള രീതിക്കാണല്ലോ ഈ അഞ്ജലി ബി ആർ എന്ന് പേരിട്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അങ്ങനെ തന്നെ എന്റെ യൂട്യൂബ് ചാനലിന് പേരിടാന്ന്. അങ്ങനെ ഞാൻ വേറെ ഡെക്കറേഷൻ ഒന്നും പോയില്ല, അഞ്ജലി ബി ആർ എന്ന് പേരിട്ടു. സിമ്പിൾ ആയിട്ട് പേരിട്ടു. ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാലേ, ഈ ഷോർട്സ് നമ്മളിങ്ങനെ, നിങ്ങൾക്ക് യൂട്യൂബ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചുമ്മാ വേണമെങ്കിൽ നോക്കാം. ഷോർട്സിന്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മണ്ടയ്ക്കായിട്ട് ക്യാമറയുടെ ഒരു ഐക്കൺ കാണും. ആ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കാണാം. ലൈക്ക് നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ചെയ്യാൻ വേണ്ടി ക്യാമറ തുറക്കൂല, അതുപോലെ യൂട്യൂബിൽ ഷോർട്സ് ചെയ്യാൻ വേണ്ടി ക്യാമറ തുറക്കാൻ പറ്റും. ഞാൻ ഈ ക്യാമറ തുറന്നു വെച്ചിരുന്നിട്ട് ഞാൻ എടുക്കുന്ന വീഡിയോ ഒക്കെയാണ് ഇപ്പൊ. പക്ഷെ അതെന്റെ റിയാലിറ്റി ആണ്. പക്ഷെ അന്ന് അതെന്റെ ഫിക്ഷൻ ആയിരുന്നു. ഞാൻ ഈ ക്യാമറ ഇങ്ങനെ ഓണാക്കി ഈ ജനലിൽ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഹലോ ഗൈസ്, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി, അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ ഞാൻ പറ്റുവാണെങ്കിൽ നാളെ തന്നെ ഉടനെ വീഡിയോ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ലൈവ് എങ്കിലും വരാൻ ട്രൈ ചെയ്യാം. എന്ന് വെച്ചാ ഐ ആം ആക്ടിങ് ലൈക്ക് ഞാൻ ഒരു മറ്റേ പ്രോ യൂട്യൂബ് ചാനൽ ഉള്ള കണക്ക് ഞാൻ ഇരുന്ന് അഭിനയിക്കുമായിരുന്നു. അപ്പൊ അന്ന് ഞാൻ അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരുന്ന് അഭിനയിക്കുമായിരുന്നു. അതായത് ഞാനൊരു മറ്റേ കുറെ ആൾക്കാരെന്ന് ലൈക്ക് കുറെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു മിനിറ്റ്, എനിക്ക് ഇതൊന്നും ശീലമില്ലാത്ത കാര്യങ്ങൾ, അതുകൊണ്ട് ഇതൊക്കെ ഊരി പോണ്. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കുമായിരുന്നു. അതായത് ഞാൻ എങ്ങും കാണിക്കത്തില്ല, ആരെയും കാണിക്കത്തില്ല. എനിക്കും എന്റെ ഈ ഫോണിന്റെ ക്യാമറയ്ക്ക് മാത്രം അറിയാന്നുള്ള ഒരു കഥയാണ് ഇപ്പൊ നിങ്ങൾക്കും അറിയാം. ഞാൻ ഈ ഫോൺ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് ഞാൻ പറയും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി, അപ്പം ഞാൻ ഇന്ന് ലൈവ് പറ്റുമെങ്കിൽ വരാം എന്നൊക്കെ ഞാൻ ഇരുന്ന് പറയുമായിരുന്നു. എനിക്ക് അറിയത്തില്ല അന്ന് ഞാൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ കംസ് ടു റിയാലിറ്റി ഇപ്പൊ അതെന്റെ ലൈഫിൽ നടക്കുന്നുണ്ട്. അതാ ഞാൻ ആദ്യമേ പറഞ്ഞ താങ്ക്ഫുൾ ഒന്ന്. അയ്യോ യെസ്. ചിലപ്പോ ഞാൻ ഇപ്പൊ ഇമോഷണൽ ആവും കേട്ടോ. അപ്പോ അങ്ങനെ ഞാൻ ചുമ്മാ വീഡിയോ എടുക്കുമായിരുന്നു. അതായത് ഞാൻ ആരെയും കാണിച്ചിട്ടില്ല ഇന്നേ വരെ, എനിക്ക് മാത്രം അറിയാന്നുള്ള കാര്യമായിരുന്നു. ഇപ്പൊ നിങ്ങൾക്കും അറിയാം. അങ്ങനെ ഞാൻ ചുമ്മാ ലൈക്ക് ഒരു വലിയൊരു ഫേമസ് യൂട്യൂബർ എങ്ങനെ ഒരു വീഡിയോ ചെയ്യുമോ അത് കണക്കിരുന്ന് ഞാൻ യൂട്യൂബില് ചുമ്മാ വീഡിയോ എടുക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ തന്നെ ആ വീഡിയോ ഒരു വട്ടമോ 2 വട്ടമോ കണ്ടിട്ട് ഞാൻ തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയാറാണ് പതിവായിരുന്നത്. ബിക്കോസ് ഇതിന്റെ ക്യാമറ ഭയങ്കര ഫോഗി ആയിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെയും വലുതായിട്ട് കാണാനൊന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ പല മൂന്നാർ വാഗമണ്ണൊക്കെ മറ്റേ ഫോഗി വെതറി പോയി നിന്ന് വീഡിയോ എടുക്കണ പോലെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ചുമ്മാ അങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ എടുക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിൽ ചുമ്മാ ഓരോ വീഡിയോസ് ഒക്കെ എടുക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തു. അതായത് എന്റെ ഈ ഫോൺ ഉണ്ടായിരുന്നപ്പോഴേ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ പുതിയ ഫോൺ കിട്ടിയപ്പോ എന്റെ കയ്യിൽ ഓൾറെഡി ഒരു ചാനൽ ഉണ്ട്. അപ്പൊ അത് ലോഗിൻ ചെയ്ത് അതിൽ വീഡിയോ ചെയ്ത് തുടങ്ങിയാൽ മതി. അപ്പോ ഈ ഫോൺ എന്റെ കൈ കിട്ടിയത് ഒരു ശനിയാഴ്ച ദിവസമാണ്.
പിറ്റേന്ന് ഒരു ഞായറാഴ്ചയാണ്. അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും നേരം വെളുത്ത് സൺഡേ എന്റെ മോർണിംഗ് റൊട്ടീൻ എനിക്ക് വീഡിയോ എടുത്തേ പറ്റത്തുള്ളൂ. ആ ഒരു മൈൻഡാണ് എനിക്ക്. അതുകൊണ്ട് എനിക്ക് ഉറക്കം വരണില്ല, ഉറങ്ങാൻ പറ്റണില്ല. ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് ഇങ്ങനെ ഈ ജനലിൽ ഇത് ആ ഒരു വെള്ള സാധനം കണ്ട എന്റെ എയർപോഡ്, അവിടെയാ ഞാൻ ഫോൺ സാധാരണ കിടക്കുമ്പോ വെച്ചിട്ട് കിടക്കണേ. ഞാനാണെങ്കിൽ അപ്പം കിടന്നോണ്ട് ഈ ഫോണിനെ ഇങ്ങനെ തപ്പി തപ്പി എടുക്കും, സമയം നോക്കും. നോക്കുമ്പം 2 മണി, 3 മണി, 4 മണി, 5 മണി. ഒരു 5:30 ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് ഉറങ്ങണ്ട, ഇനി എങ്ങാനും ഞാൻ ഉറങ്ങിപ്പോയാലാന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ ചെയ്യണ വീഡിയോ എന്റെ ഒരു മോർണിംഗ് റൊട്ടീൻ, ഒരു മിനി വ്ലോഗാണ്. ഞാനിങ്ങനെ രാവിലെ എഴുന്നേറ്റത് തൊട്ട് ഇങ്ങനെ റോഡിലൊക്കെ നടക്കാൻ പോയത്, അമ്മ എനിക്ക് ചായ കൊണ്ടുവരണത്, ഞാൻ ടെറസിൽ പോയി നിൽക്കണത്. ഇപ്പൊ ഉള്ള എന്റെ അതേ ഒരു ലൈഫ് റൊട്ടീൻ ഒക്കെ തന്നെ. ഇപ്പൊ നിങ്ങൾ എന്റെ മോർണിംഗിൽ കാണുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ തന്നെ, സെയിം തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. എനിക്ക് പിന്നെ ഒരു കാര്യം അറിയാൻ കൊള്ളാന്നുണ്ട്. ആദ്യം മുതലേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ എന്റെ ലൈഫിന്റെ മിക്ക ഫേസും കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ഓൾമോസ്റ്റ് എന്റെ എല്ലാ ലൈഫിന്റെ ഒരു സ്റ്റേജും കണ്ടിട്ടുണ്ടായിരിക്കുന്ന ആളായിരിക്കണം. അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എന്റെ ആ ഒരു മോർണിംഗ് റൊട്ടീൻ, അത് ഞാൻ എടുത്തത് കൂടിപ്പോയി, എന്റെ വെപ്രാളം കൊണ്ട് ഞാൻ എടുത്തിട്ട്. അന്ന് ഷോർട്സ് 1 മിനിറ്റേ ഉള്ളൂ, ഇപ്പൊ 3 മിനിറ്റ് ആക്കി. അന്ന് ഒരേ 1 മിനിറ്റേ ഉള്ളൂ ഷോർട്സ് എന്ന് പറയുന്ന സാധനം. അപ്പൊ ആ 1 മിനിറ്റ് വീഡിയോയ്ക്ക് വേണ്ടി ഞാനാണെങ്കിൽ കുറെ വീഡിയോ എടുത്തു. പിന്നെ ഞാനത് എഡിറ്റ് ചെയ്ത് 1 മിനിറ്റിലോട്ടാക്കി. അപ്പം 2 പാർട്ടായിട്ട് ഇടാനുള്ള വീഡിയോ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ 1 മിനിറ്റ് ആണ് ഷോർട്സ് എങ്കിൽ ഞാൻ അങ്ങ് വാരിക്കോരി അങ്ങ് വീഡിയോ എടുത്തു. കാരണം എത്ര നാള് കൊണ്ട് കാത്തിരുന്ന് കിട്ടിയതാണ് ആ ഒരു ക്യാമറ ക്വാളിറ്റി ഉള്ള ഫോണ്. അങ്ങനെ ഞാൻ അന്ന് ആദ്യമായിട്ട് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ ഒക്കെ ചെയ്ത്, ലൈക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റിയാ എനിക്ക് എന്റെ വോയിസ്. എന്നിട്ട് ഞാൻ വോയിസ് ഒക്കെ ചെയ്ത്, അപ്പൊ എന്റെ ഒരു കോൺഫിഡന്റ് ലെവൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അത്രയും ഇൻസെക്യൂരിറ്റി ഉള്ള ഒരു കാര്യം ഞാൻ ബ്രേക്ക് ചെയ്ത് ഞാൻ വോയിസ് ഓവർ ഒക്കെ ചെയ്ത്. ഐ നോ ദാറ്റ് ഞാൻ സംസാരിക്കുന്ന കുറച്ച് ക്രിഞ്ച് ആണെന്ന് എനിക്ക് പലപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി തോന്നാറുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നോണ്ടായിരിക്കണം എനിക്ക് താങ്ക്ഫുള്ളി എനിക്കിപ്പോ 1-2 കമന്റ് എങ്കിലും വരാറുണ്ട്, ഐ ലവ് യുവർ ടോക്ക്, അല്ലെങ്കിൽ നിങ്ങള് സംസാരിക്കുന്ന രീതി കൊള്ളാന്ന്. അന്ന് ഞാൻ അത് അത്രയും ഒരു ഇൻസെക്യൂരിറ്റി ആയിട്ട് എന്റെ മനസ്സിൽ കൊണ്ട് നടന്നുകൊണ്ടായിരിക്കണം ഇപ്പം ആരെങ്കിലും കുറച്ചു പേരെങ്കിലും ഞാൻ സംസാരിക്കുന്നതൊക്കെ നല്ലതാന്ന് പറയാറുണ്ട്. അതെനിക്ക് ഭയങ്കര വലിയ കാര്യമാന്ന് വെച്ചാ, അയ്യോ ഞാൻ എന്തിനു കരയണത്. ഓക്കെ, നമ്മളെ ലൈഫിലെ എമ്പതിയും കൊണ്ട് നടന്ന എന്നെ പോലെ ആയി പോവും. സന്തോഷം വന്നാലും സങ്കടം വന്നാലും ദേഷ്യം വന്നാലും എന്ത് ഇമോഷൻ ആണെങ്കിലും ആദ്യം കരയണം. കരഞ്ഞിട്ടേ അടുത്ത് എന്താണെന്ന് ഞാൻ ചിന്തിക്കത്തുള്ളൂ. അതെനിക്കൊരു കുഴപ്പമായിപ്പോ. ഞാൻ പലപ്പോഴും വിചാരിക്കും ഈ ഒരു ശീലം മാറ്റണമെന്ന്, പക്ഷെ ഇറ്റ്സ് കം ടു മൈ ഹാർട്ട്. ഞാൻ അങ്ങ് ലൈക്ക് കരഞ്ഞു പോകുന്നയാ, ലൈക്ക് വേണമെന്ന് വെച്ച് കരയുന്നതല്ല, ഓട്ടോമാറ്റിക്കലി ഞാൻ അങ്ങ് ഇമോഷണൽ ആവുന്നയാ. ഓക്കെ, സോ അങ്ങനെ ഞാൻ എന്റെ ആ ഒരു ഇൻസെക്യൂരിറ്റി ഞാൻ ബ്രേക്ക് ചെയ്തു. അതായത് എന്റെ വോയിസ് ഭയങ്കര കുഴപ്പമായിരുന്നു, എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു. ഞാൻ ആ ഒരു എന്റെ ഇൻസെക്യൂരിറ്റി ഞാൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് വോയിസ് ഓവർ ചെയ്ത് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു യൂട്യൂബിനകത്ത്. യെസ്, ഐ ഡിഡ് ഇറ്റ്. അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ, ഭയങ്കര സന്തോഷം. എനിക്ക് 2023 വീഡിയോ എടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നതെങ്കിലും 2024 ഫെബ്രുവരിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്യണത്. അതായത് 2023 തൊട്ട് ഞാൻ അതും നെഞ്ചി കൊണ്ട് നടന്നിട്ട് 2024 എനിക്ക് ആദ്യമായിട്ട് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയത്. സോറി ഗൈസ്, എന്റെ അപ്പൂപ്പൻ അക്ഷയ സെന്ററിൽ പോയിരിക്കുകയായിരുന്നു. അവിടെ വീണ്ടും വിളിക്കണ. സോറി, അപ്പൊ എനിക്കൊരു കോള് വന്ന് ഞാനൊന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി. ഞാൻ എപ്പോഴും വിചാരിക്കും വീഡിയോ എടുക്കുമ്പോൾ ഫ്ലൈറ്റ് മോഡ് ഇട്ടിട്ട് വീഡിയോ എടുക്കണത്. പക്ഷെ പിന്നെ ഞാൻ വിചാരിക്കും ആരെങ്കിലും എന്തെങ്കിലും എമർജൻസി ആയിട്ടൊക്കെ വിളിച്ചതിനെ. ഇപ്പൊ തന്നെ അപ്പൂപ്പനാണ് വിളിച്ചത്. ഇൻ കേസ് ഇപ്പൊ അപ്പൂപ്പ എന്നെ വിളിച്ചപ്പോ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് വല്ലതും പറഞ്ഞ് അപ്പൂപ്പൻ ടെൻഷൻ ആയി പോയേനെ. കാരണം ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കുകയാണ്. വേണമെങ്കിൽ ഇപ്പം അക്ഷയ സെന്ററിൽ നിന്ന് ഇപ്പം കിട്ടണ വണ്ടിയും പിടിച്ച് ഇങ്ങ് വരും. അങ്ങനത്തെ ഒരാളാണ്. അങ്ങനെ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിനകത്ത് എന്റെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തു. അതൊരു ഷോർട്സ് വീഡിയോ ആയിരുന്നു. ഷോർട്സ് ആയിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തത്, ഒരു മോർണിംഗ് മിനി വ്ലോഗ്. അങ്ങനെ ഞാൻ അത് പാർട്ട് 1 അപ്ലോഡ് ചെയ്ത്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ ആ വീഡിയോ എടുത്ത് നോക്കിയപ്പോ അതിന് 5K വ്യൂസ് കിട്ടി. അതായത് 5000 പേര് എന്റെ ആ വീഡിയോ കണ്ടു. അപ്പൊ ഞാനാണെങ്കിൽ ഇങ്ങനെ ആദ്യമായിട്ട് വീഡിയോ തന്നെ 5000 പേര് കണ്ട. അപ്പൊ എനിക്കത് വലിയൊരു കാര്യമായിരുന്നു. 5K വ്യൂസ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമായിരുന്നു. അപ്പൊ ഞാൻ
ഒരു ട്രെയിലർ പോലെയാണ് ആ ഫസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത്. എന്നിട്ട് ഞാൻ റെസ്പോണ്ട് ഒക്കെ നോക്കി. അതായത് ഇപ്പൊ എന്റെ ഫാമിലി, ഫ്രണ്ട്സ്, എന്നെ അറിയാന്നുള്ള ആൾക്കാര്, നെയ്ബേഴ്സ്, മൊത്തം ആൾക്കാരെയും റെസ്പോൺസ് ഞാൻ നോക്കി. അതായത് ഞാനാണെങ്കിൽ യൂട്യൂബിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ അതിന്റെ ലിങ്ക് എടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട്. അപ്പൊ എന്റെ വാട്സപ്പിൽ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 10-200 കോണ്ടാക്ട് കാണുമായിരിക്കും. അപ്പൊ അതിലൊരു 100 പേരെങ്കിലും എന്തായാലും ആ വീഡിയോ എടുത്ത് നോക്കി കാണണം. അപ്പൊ ഞാൻ ഇങ്ങനെ അവരെ റെസ്പോണ്ട് ഒക്കെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും അതിനെപ്പറ്റി പറയുമോ, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒക്കെ. പക്ഷെ എന്റെ അടുത്ത് ആരും അതിനെപ്പറ്റി ചോദിച്ചതോ ഒന്നുമില്ല. നീ യൂട്യൂബ് ചാനൽ തുടങ്ങിയോന്നോ അല്ലെങ്കിൽ ഒരു കമന്റ് പോലും ആരും ഉണ്ടായിരുന്നില്ല. ആരും അതിനെപ്പറ്റി സംസാരിച്ചതേ ഇല്ല. അങ്ങനെ ഞാനാണെങ്കിൽ ആ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ പാർട്ട് 2 അപ്ലോഡ് ചെയ്തത്. അപ്പൊ ഞാൻ ഈ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ പറയാം, ഒരു കാര്യം വിട്ടുപോയേട്ടാ. എനിക്ക് ഈ വീഡിയോ ചെയ്യണോന്ന് ഇങ്ങനെ ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന സമയത്തില്ലേ, ഞാൻ എവിടെ പോയാലും എന്റെ മൈൻഡ് വോയിസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് ഞാൻ അത് എങ്ങനെ യൂട്യൂബിൽ പ്രസന്റ് ചെയ്താ ഞാൻ എങ്ങനെ വോയിസ് ഓവർ ചെയ്യും, അതേപോലെ ആയിരുന്നു എന്റെ മൈൻഡ് വോയിസ്. അതായത് ആ ഒരു വീഡിയോ ഞാൻ പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ സംസാരിക്കും, അതുപോലെ ആയിരുന്നു എന്റെ മൈൻഡ് വോയിസ് ആ സമയത്ത്. അതായത് ഇപ്പൊ ഞാൻ ആ വീഡിയോ പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ആ വീഡിയോക്ക് വോയിസ് ചെയ്യുമോ, അതായിരുന്നു എന്റെ ആ സമയത്ത് ഒരു മൈൻഡ് വോയിസ്. കാരണം അത്രയും ഞാൻ മറ്റേ ഒരു കൈൻഡ് ഓഫ് ഒരു ഭ്രാന്ത് പിടിച്ച് നടക്കായിരുന്നു ഈ വീഡിയോ ചെയ്യണ കാര്യം. ലൈക്ക് അതെന്നെ ഉറങ്ങാൻ സമ്മതിക്കാത്ത ഒരു സ്വപ്നമായിരുന്നു. അപ്പം ഞാൻ ഈ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പാർട്ട് 2 അപ്ലോഡ് ചെയ്യണത്. അപ്പൊ ഈ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ സ്ഥിരം ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യണം അവിടെ ഞാൻ പോയപ്പോ ആ ചേച്ചി എന്റെ അടുത്ത് ചോദിച്ചു, നീ ആ ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെ നീ വീഡിയോ ഇട്ടിട്ടില്ല, ഇടാത്തെന്ത്, നല്ലതായിരുന്നല്ല, പാർട്ട് 2 ഇടാത്തെന്തെന്ന് ചോദിച്ചു. ഞാൻ അപ്പൊ ഇങ്ങനെ, ഓ ഇവരൊക്കെ എന്റെ വീഡിയോ കണ്ടാ. ലൈക്ക് എനിക്കത് ഭയങ്കര ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. ഞാനങ്ങ് മറ്റേ തുള്ളിച്ചാടി. അപ്പൊ അന്ന് എന്റെ കൂടെ അമ്മയും ഉണ്ട്. അപ്പം അമ്മയ്ക്കൊന്നും ആദ്യമൊന്നും ഇത് വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല, ഇപ്പോഴും വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമൊന്നുമല്ല ഞാൻ ഈ വീഡിയോ എടുക്കണത്. അപ്പം അമ്മയ്ക്ക് അപ്പൊ അത് കേട്ടപ്പോ അമ്മ മറ്റേ ഓ ഓക്കെ ആ ഒരു സാധനം. ആൻഡ് എനിക്കത് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ സ്റ്റിച്ചിങ് സെന്ററിൽ നിന്ന് നേരെ വീട്ടിൽ വന്ന ഉടനെ ഞാൻ പാർട്ട് 2 ഇരുന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. എഡിറ്റ് ചെയ്ത് ഞാൻ വോയിസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന ഉടനെ പാർട്ട് 2 എഡിറ്റ് ചെയ്ത് വോയിസ് ഒക്കെ ചെയ്ത്, എന്നിട്ട് ആ വോയിസിൽ ഞാൻ മെൻഷനും ചെയ്ത് ഞാൻ ഇതുപോലെ സ്റ്റിച്ചിങ് സെന്ററിൽ പോയപ്പോ അവിടുത്തെ ചേച്ചി എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു പാർട്ട് 2 എന്താ അപ്ലോഡ് ചെയ്യാത്തേന്ന്, അതുകൊണ്ട് ഇതാണ് പാർട്ട് 2 എന്നും പറഞ്ഞ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തു. അങ്ങനെ ഞാൻ ആ പാർട്ട് 2 അപ്ലോഡ് ചെയ്തു. അപ്പൊ ഇതാണ് എന്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്റെ സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആയിരുന്നു. അതില് 1 എന്റെ ഫസ്റ്റ് സബ്സ്ക്രൈബർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ പോയിട്ട് എന്റെ അമ്മയുടെ ഫോൺ എടുത്ത് ഞാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതും, 2 ഞാൻ തന്നെ പോയിട്ട് എന്റെ അപ്പൂപ്പന്റെ ഫോൺ എടുത്ത് സെർച്ച് ചെയ്തിട്ട് ഞാൻ തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തതുമാണ്. ഈ 2 സബ്സ്ക്രൈബർ ആണ് എനിക്ക് ആകെ ഉണ്ടായിരുന്നത്. അതായത് ഞാൻ തന്നെ അമ്മയുടെ അപ്പൂപ്പന്റെ ഫോണിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു. ആൻഡ് ആ ഒരു 2 സബ്സ്ക്രൈബേഴ്സും കൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തയാ. പക്ഷെ വിത്തിൻ 3 വീക്സ് ഓർ 2 വീക്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയി. പെട്ടെന്ന് എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയി. അതാണ് എന്റെ ഈ ഒരു ചാനലിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് ഒരു പോയിന്റ് എന്ന് പറയണത് ഇതായിരുന്നു. ആ ഒരു 2 സബ്സ്ക്രൈബർ അത് ഞാൻ തന്നെ അമ്മയുടെ ഫോണിൽ നിന്നും അപ്പൂപ്പന്റെ ഫോണിൽ നിന്നും എടുത്ത് സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു. അങ്ങനെ എന്റെ ചാനലില് ആ സമയത്ത് എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത ആൾക്കാരും ഉണ്ട്, എന്നെ കളിയാക്കിയ ആൾക്കാരും ഉണ്ട്. ഓൾസോ എനിക്കും ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ക്രിഞ്ച് ഫീൽ ഉണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞില്ല, എന്റെ വോയിസ് എനിക്ക് ഇൻസെക്യൂരിറ്റി ആയിരുന്നു, എന്റെ വേ ഓഫ് സംസാരിക്കണം എനിക്ക് ഇൻസെക്യൂരിറ്റി ആയിരുന്നു. അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ എനിക്ക് ഒരു ക്രിഞ്ച് ഫീൽ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ തളരാതെ കോൺഫിഡന്റ്ലി തന്നെ ഞാൻ മുന്നോട്ട് പോയി. അപ്പൊ ഇതൊക്കെയായിരുന്നു എന്റെ ഒരു തുടക്കം എന്ന് പറയണത്. പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ എനിക്ക് നിങ്ങളടുത്തൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങണം. വേറെ ആരെയും നിങ്ങൾ മൈൻഡ് ചെയ്യരുത്, നിങ്ങൾ അങ്ങ് തുടങ്ങണം. പിന്നെ എന്റെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, അവൾ ഇടയ്ക്ക് പറയും ആൾക്കാർ കളിയാക്കും എന്നെ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ചെയ്യാത്തതെന്ന്. പക്ഷെ അവളടുത്താണെങ്കിൽ ഇപ്പൊ എനിക്ക് ആരടുത്താണെങ്കിലും പറയാനുള്ളത്, നിങ്ങൾ ബാക്കിയുള്ളവർ കളിയാക്കണം നോക്കി വീഡിയോ ചെയ്യാതെ ഇരിക്കരുത്. കാര്യം എന്ന് വെച്ചാല് പണ്ട് നമ്മൾ ആ ടിക്ടോക്കിൽ വീഡിയോ ചെയ്തുകൊണ്ട് നടന്ന പലരും, മറ്റേ എയറിലൊക്കെ ആയിരുന്ന പലരുമാണ് ഇന്ന് യൂട്യൂബിൽ ഫേമസ് ആയിട്ടും സക്സസ് ആയിട്ടും ഉള്ള യൂട്യൂബേഴ്സ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അവരൊക്കെ അത്രയും സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും ഒക്കെ ഫേസ് ചെയ്തിട്ടാണ് അവർ സ്റ്റിൽ ഇപ്പൊ സക്സസ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ എടുത്താലും അവര് മറ്റേ പുതിയ വീട് വെക്കുന്നു, കാറ് മേടിക്കുന്നു, ലൈക്ക് അവര് ലൈഫിൽ നല്ലൊരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പം
നിങ്ങൾ ബാക്കിയുള്ളവർ ഇപ്പൊ അവരൊക്കെ അന്ന് അവരെ അത്രയും പേര് കളിയാക്കിയപ്പോ അവര് നിർത്തിയിട്ട് പോയിരുന്നെങ്കിൽ അവർക്ക് ഇതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നാണെങ്കിൽ അങ്ങ് തുടങ്ങുക, വീഡിയോ ചെയ്യുക, ഞാൻ ഫുൾ സപ്പോർട്ട്. എന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടിട്ട് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും. ഫുൾ സപ്പോർട്ട്. പിന്നെ ഈ ഒരു യൂട്യൂബിൽ നിന്ന് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, പേഷ്യൻസ്. എന്റെ ലൈഫിൽ ഒട്ടും ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു ഈ പേഷ്യൻസ് എന്ന് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വെപ്രാളമാണ്. എനിക്കെന്നല്ല, പൊതുവെ എന്റെ ഒരു ഫാമിലിയുടെ ജനറ്റിക് വെച്ച് ഇവിടെ അപ്പൂപ്പനാണെങ്കിലോ അമ്മുമ്മയാണെങ്കിലോ എല്ലാവർക്കും ഭയങ്കര വെപ്രാളമാണ്. അതായത് ഒരു കാര്യം ഇപ്പൊ ഇന്നിപ്പോ വിചാരിച്ച അതിപ്പോ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അതിപ്പോ തന്നെ നടക്കണം, അങ്ങനെ ഭയങ്കര ഒരു വെപ്രാളമാണ്. അതായത് ഭയങ്കരമായിട്ട് റഷ് ഉണ്ടാക്കും. ഒരു കാര്യം ചെയ്യാനാണെങ്കിലും പറയാനാണെങ്കിലും എന്തിനാണെങ്കിലും ഭയങ്കരമായിട്ട് കിടന്ന് റഷ് ഉണ്ടാക്കും. അപ്പം അതൊക്കെ കണ്ടും കേട്ടും ആയിരിക്കണം എനിക്കും എവിടെയൊക്കെ എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. അതായത് വിചാരിക്കുന്ന കാര്യം അപ്പൊ നടക്കണമെന്ന്. പക്ഷെ പിന്നീട് എനിക്ക് യൂട്യൂബിൽ നിന്ന് മനസ്സിലായി, യൂട്യൂബ് കാരണം ഞാൻ റിയലൈസ് ചെയ്ത ഒരു കാര്യമാണ്, പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണോ ചെയ്യാം, നമുക്ക് എവിടെ വേണോ എത്താം. നമുക്ക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ അത് അത്രയും നല്ല കാര്യമാണ്. കാരണം നമ്മൾ ഓടിപ്പിടച്ച് റഷ് ഉണ്ടാക്കി ചെയ്യണ ഒരു കാര്യത്തിനെക്കാട്ടി പെർഫെക്ഷൻ ആയിരിക്കും നമ്മൾ പേഷ്യൻസ് ആയിട്ട് കാത്തിരുന്ന് ആ തടസ്സങ്ങളെല്ലാം നമ്മൾ നേരിട്ട് അതിന്റെ എൻഡ് എത്തുമ്പോൾ അത് ഒരു ബ്യൂട്ടിഫുൾ എൻഡ് ആയിരിക്കും. പിന്നെ ഞാൻ യൂട്യൂബിൽ നിന്ന് പഠിച്ച വേറൊരു കാര്യം കൂടിയാണ് കൺസിസ്റ്റൻസി. അതായത് നമ്മളിപ്പം യൂട്യൂബിൽ വീഡിയോ ചെയ്യണമെന്ന് മാത്രമല്ല, നമ്മളിപ്പോ ലൈഫിൽ എന്തൊരു കാര്യം ചെയ്താലും നമുക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഗ്രോത്തും റിസൾട്ടും ഒക്കെ ഉണ്ടാവും. പിന്നെ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ സ്വത്തെന്ന് പറയണത് നിങ്ങളൊക്കെയാണ്. അതായത് അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറച്ച് മനുഷ്യരെ എനിക്ക് കണ്ടുമുട്ടാൻ പറ്റിയത് എനിക്കൊരു വലിയ കാര്യമാണ്. കാരണം എന്റെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത്രയും ഒറ്റപ്പെട്ട് പണ്ടാരടങ്ങിയിരുന്ന ഒരു സമയത്താണ് എനിക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നൊരു ആഗ്രഹമൊക്കെ തോന്നുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ലൈഫ് സ്റ്റേജ് ഫേസ് ചെയ്ത എനിക്ക് നിങ്ങളെ പോലത്തെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറച്ച് മനുഷ്യരെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു സ്ട്രെങ്ത് ആണ് എനിക്ക്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഞാനിങ്ങനെ ചിലപ്പോ ഞാൻ വീഡിയോ നിർത്തിയിട്ട് പോണ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഒരു 5 DM എങ്കിലും കുറഞ്ഞത് വന്നു കാണും, ലൈക്ക് വീഡിയോ ഒന്നും നിർത്തിയിട്ട് പോവല്ലേന്ന്. ആൻഡ് ഓൾസോ ഞാൻ പുതിയ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് താങ്ക് യു പറയുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഇൻസ്റ്റ വന്ന് മെസ്സേജ് ചെയ്യാറുണ്ട്, താങ്ക് യു വീഡിയോ അപ്ലോഡ് ചെയ്തതിന്. നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതിന് ഞാനാണ് നിങ്ങളുടെ അടുത്ത് താങ്ക്ഫുൾ ആയിട്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണേൽ നിങ്ങളും എന്റെ അടുത്ത് താങ്ക്ഫുൾ ആയിട്ടിരിക്കുന്നത് എനിക്ക് നോ വേർഡ്സ്. എനിക്കത് എങ്ങനെ പറഞ്ഞാൽ അത് ചെറുതായി പോകും ഞാൻ എന്ത് പറഞ്ഞാലും. പിന്നെ എനിക്കില്ല, എന്റെ ലൈഫിൽ എന്നെ ഫണ്ണിനാണെങ്കിലും സീരിയസ് ആണെങ്കിലും ഒക്കെ കളിയാക്കണ കുറെ പേരുണ്ട്. അതായത് നീ എപ്പോഴെങ്കിലും ഇങ്ങനെ വല്ല സെലിബ്രിറ്റി യൂട്യൂബർ ഒക്കെ ആവുമ്പോൾ നമ്മളെയൊക്കെ ഓർക്കൂടെ മറക്കൂടെ എന്നൊക്കെ പറഞ്ഞ് എന്നെ അത് ചുമ്മാ എന്നെ കളിയാക്കുന്നതാണെന്നാണ് തോന്നുന്നത്. അല്ലാതെ ഞാനൊക്കെ സെലിബ്രിറ്റി ആവണമെങ്കിൽ ഞാൻ ഇനി എന്തെങ്കിലുമൊക്കെ. കയ്യിലൊരു പേന പിടിച്ചിരുന്നു, അതിനെ 2ആയിട്ട് ഒടിച്ചെടുത്തു. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അത്രയോ എന്റെ ലൈഫിൽ ഞാൻ ലൈക്ക് ഐ സ്ട്രഗിൾഡ്, ഞാൻ ആ സ്ട്രഗിൾ ആയി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആ പ്രഷർ കൊടുത്തേ, അപ്പൊ പേന ഒടിഞ്ഞു പോയി. ഞാൻ പോട്ടെ, കുഴപ്പമില്ല. ശാമ്പ്രാടത്തിരിയൊക്കെ കത്തി തീർന്ന, എന്നിട്ട് വീടേ തീർന്നില്ല. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പൊ ഇങ്ങനെ എന്നെ കളിയാക്കും കേട്ടോ. അപ്പൊ ഞാൻ അവരുടെ അടുത്തൊക്കെ പറയണ ഒരു കാര്യമുണ്ട്, എനിക്ക് കുറെ സബ്സ്ക്രൈബേഴ്സ് വേണമെന്നൊന്നും എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. ഞാൻ എല്ലാവരുടെ അടുത്തും പറയണ ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു വട്ടം ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആകെ എന്റെ യൂട്യൂബ് ഗോൾ എന്ന് പറയുന്നത് ഒരു 10K സബ്സ്ക്രൈബേഴ്സ് ആക്കണം. അത്രേ ഉള്ളൂ എനിക്ക് ആഗ്രഹം. 10K സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ആക്കണം, അത്രേ ഉള്ളൂ എനിക്ക് ആഗ്രഹം. അല്ലാതെ എനിക്ക് യൂട്യൂബിൽ വേറെ ഒരു ഗോളും ഇല്ല. അത് ഞാൻ പല ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയാറുള്ളതാണ്. അതായത് എന്റെ ഒരു ഗോൾ എന്ന് വെച്ചാൽ സീരിയസ്ലി എനിക്ക് ഒരു 10K സബ്സ്ക്രൈബേഴ്സ് ആക്കിയാൽ മതി. എനിക്ക് അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കണ്ടന്റ് സജഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, ഞാനത് പരിഗണിക്കുന്നതായിരിക്കും. വേറെ ചെയ്യാനായിട്ട് വേറെ പരിമിതികളോ തടസ്സങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്കത് ചെയ്യാം. ഇനി എനിക്ക് പറയാനുള്ളത് കുറച്ച് നന്ദി വാക്കുകളാണ്, കേരള ഫയർഫോഴ്സിന്റെ പേരിലും എന്റെ വ്യക്തിത്വ പേരിലും. ചുമ്മാ ഓക്കെ. ഞാൻ ഒരു വട്ടം താങ്ക് യു പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സ്റ്റിൽ എന്നാലും ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്. എനിക്ക് കുറച്ച് സപ്പോർട്ടീവ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയതിലും ഞാനുമായിട്ട് ഇപ്പൊ ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും കമന്റ് എങ്കിലും ഒന്ന് ചെയ്യണേന്ന്. ആൻഡ് ആ വീഡിയോക്ക് അതിന് കുറച്ചെങ്കിലും കമന്റ് വന്നു. ഐ ഓൺലി നീഡ് ദാറ്റ് റെസ്പോണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ഒരു ഹാർട്ട് എങ്കിൽ ഒരു ഹാർട്ട്,
അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ യു ക്യാൻ കമന്റ് ഇറ്റ്. നിങ്ങൾ ആരെയും പേടിക്കൊന്നും വേണ്ട, ഞാൻ നിങ്ങളെ പിടിച്ചൊന്നും വിഴുങ്ങാനൊന്നും പോണില്ല. അപ്പോ നിങ്ങളായിരുന്ന സപ്പോർട്ട് സത്യം. ഞാൻ ചില സമയത്ത് ഞാനില്ലേ ഓക്കെ ലൈഫിലെ ഓക്കെ അല്ലാതിരിക്കണ സമയത്തായിരിക്കും ആരെങ്കിലും വന്നിട്ട് എന്റെ വീഡിയോസിനെ പറ്റി പറയണത്. അതെനിക്ക് ചില സമയത്ത് ഒരു ആശ്വാസം തരാറുണ്ട്. ഒരു ഇൻസ്റ്റന്റ് റിലീഫാണ് എനിക്കത്. അതുകൊണ്ടാണ് എനിക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ ഞാൻ വീണ്ടും വീണ്ടും ഈ ഒരു ഇഷ്ടം കാണിക്കണത്. പിന്നെ എനിക്ക് പേഴ്സണലി പറയുവാണെങ്കിൽ ഇത് എന്റെ ഒരു യൂട്യൂബ് ചാനൽ മാത്രമല്ല, കൈൻഡ് ഓഫ് എന്റെ ഹാപ്പിനെസ് ആണ്, എന്റെ മെന്റൽ പീസ് ആണ്. പിന്നെ നിങ്ങൾക്കൊക്കെ ഞാൻ തരുന്ന ഒരു സ്പേസ് ആണ്. അതായത് ഇങ്ങനെ എന്നെ കുറച്ച് ആൾക്കാർ കാണാനുണ്ട്, കുറച്ച് ആൾക്കാർ കേൾക്കാനുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നണ ആ ഒരു ഫീല്. അതൊക്കെ ഒരു കൈൻഡ് ഓഫ് ഹാപ്പിനെസ് ആണ് എനിക്ക്. ഞാനിപ്പോ ഈ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുമ്പോ എന്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് എന്ത് കിട്ടും ഇതിന്ന്, പൈസ കിട്ടുമോ? അപ്പൊ ഞാൻ പറയില്ല. പിന്നെ എന്ത് കിട്ടും, എന്തെങ്കിലും ഗുണമുണ്ടോ? ഞാൻ പറയും എനിക്ക് പറയാൻ ചില സമയത്ത് മറുപടി പോലും ഉണ്ടാവത്തില്ല. കാരണം എന്റെ അത്രയും ഒരു വലിയ ഡ്രീം ആയിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് എന്റെ ഒരു ഡ്രീം ആയിരുന്നു. അപ്പം എനിക്കിതൊരു ഡ്രീം കം ട്രൂ ആണ്. പക്ഷെ കാണുന്നവർക്ക് ചിലപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുമായിരിക്കാം. പക്ഷെ അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പൊ എന്റെ അതേ മെന്റാലിറ്റി അവർക്കും ഉണ്ടാവണമെന്നില്ലല്ലോ. പിന്നെ ഞാൻ ഒരു വട്ടം പറഞ്ഞ, ഒന്നും കൂടി ഞാൻ പറയാം. എന്റെ ലൈഫിൽ ഒരു വലിയ ഇൻസെക്യൂരിറ്റി ആയിരുന്നു എന്റെ ഈ വോയിസും എന്റെ ആ ഒരു വേ ഓഫ് ഞാൻ സംസാരിക്കണ ആ ഒരു രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ റീസെന്റ് എനിക്ക് കുറച്ച് ആൾക്കാരെങ്കിലും ഇയാൾ സംസാരിക്കുന്ന രീതി കൊള്ളാം, കേട്ടോണ്ടിരിക്കാൻ കൊള്ളാം എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോ ഐ ഫീൽ ലൈക്ക് ഫോർ മീ അതെനിക്കൊരു ചെറിയ കാര്യമല്ല. കാരണം എന്റെ ലൈഫിൽ അത്രയും വലിയൊരു ഇൻസെക്യൂരിറ്റി ആയിരുന്നു. എന്നെ പലരും എന്റെ വോയിസും എന്റെ സംസാര രീതിയും വെച്ച് കളിയാക്കിയിട്ടുണ്ട്. ഞാൻ കരഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും. ഇപ്പം എന്റെ ടീച്ചർ വരെ എന്നെ കളിയാക്കിയ സിറ്റുവേഷൻ ഉണ്ട് എന്റെ വോയിസും എന്റെ ഒരു സംസാര രീതിയും വെച്ചിട്ട്. അപ്പൊ ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട് എന്റെ ഈ ഒരു സംസാരവും. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് എനിക്ക് ജനറ്റിക്കലി കിട്ടിയ സൗണ്ടും എന്റെ സംസാര രീതിയുമാണ്. അതിപ്പോ ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, ഞാൻ കരഞ്ഞിട്ടുണ്ട് സീരിയസ്ലി. ഞാൻ എന്നെ കുറെ പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഇവളെന്താ ഈ പറയുന്നേന്നൊക്കെ ഉള്ള രീതിക്ക് കുറെ കളിയാക്കളി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഒരാളെങ്കിൽ ഒരാളൊക്കെ എന്റെ സംസാര രീതി കേട്ടോണ്ടിരിക്കാൻ കൊള്ളാം, സംസാര രീതി കൊള്ളാന്നൊക്കെ പറഞ്ഞപ്പോ ഇല്ലേ, ഞാൻ എന്തോ എന്റെ ലൈഫിൽ നേടിയ പോലത്തെ ഒരു ഫീലാണ്. ഞാൻ എന്തോ വലുത് അച്ചീവ് ചെയ്ത പോലത്തെ ഒരു ഫീലാണ്. കാരണം ഒരു സമയത്ത് എന്റെ അത്രയും വലിയ ഇൻസെക്യൂരിറ്റി ആയിരുന്നു. താങ്ക് യു. நீங்க எல்லாம் இங்க இருக்கேன் தெரியுமா, இங்க இருக்கேன். താങ്ക് യു, വീണ്ടും വീണ്ടും താങ്ക് യു. ഓക്കെ, പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഞാൻ ഒരു ഹോപ്പും ഇല്ലാതെയാണ് എന്റെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതായത് എന്റെ വീഡിയോ ആരെങ്കിലും കാണുമോന്നോ അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുമോന്നോ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുമോന്നോ ഒന്നും എനിക്കൊരു ഇതും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ഒരു ഇതും ഇല്ലാതെ എന്റെ ചാനൽ തുടങ്ങിയിട്ട് എന്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി, എനിക്ക് ഫസ്റ്റ് പേയ്മെന്റ് കിട്ടി. അതൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് മറ്റേ ബോണസ് കിട്ടുന്ന പോലെയായിരുന്നു. അതായത് എന്റെ മെയിൻ ഒരു ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു കൈൻഡ് ഓഫ് ഹാപ്പിനെസ്സും മെന്റൽ പീസും ഒക്കെയാണ്. അതിപ്പോ സ്റ്റിൽ ഇപ്പോഴും ഉണ്ട്. എനിക്ക് ആ ഈ വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് ആണെങ്കിലും മെന്റൽ പീസ് ആണെങ്കിലും സ്റ്റിൽ ഉണ്ട്. അപ്പൊ അതൊക്കെ പിന്നെ പറയാനാണെങ്കിൽ ഞാൻ ആ 2024 എന്റെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത് തൊട്ട് ഇപ്പൊ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വരെയുള്ള കാര്യം എടുക്കുകയാണെങ്കിൽ എന്റെ ലൈഫില് പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പല നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും, പല ആൾക്കാർ വന്നും പോയിട്ടുണ്ട്. അങ്ങനെ കുറെ എന്തൊക്കെയൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ഈ യൂട്യൂബ് ചാനൽ മാത്രമാണ് എന്റെ കൂടെ ഉള്ളത്. എനിക്ക് ഇതിൽ നിന്ന് ഒരു ഹാപ്പിനെസ് കിട്ടണമുണ്ട്, എനിക്കൊരു മെന്റൽ പീസ് കിട്ടണമുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇടയ്ക്ക് സൈക്കാട്രിക് കെയർ ഒക്കെ എടുത്തോണ്ടിരുന്ന സമയത്ത് ഞാൻ വീഡിയോ ഒന്നും ചെയ്യണുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് അങ്ങനെ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഞാൻ അത്ര ഓക്കെ ഒന്നും അല്ലായിരുന്നു എന്റെ ലൈഫിൽ. ഞാൻ ഭയങ്കര മറ്റേ ഡിപ്രഷനിൽ നടക്കുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാനൊന്നും പറ്റിയതൊന്നുമില്ല. അപ്പൊ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാൻ എന്റെ പല ലൈഫ് സിറ്റുവേഷനിലും ഞാൻ ഒരു ഹോപ്പും ഇല്ലാതെ നിന്ന സമയത്തൊക്കെ എനിക്ക് യൂട്യൂബ് തന്നിട്ടുള്ള ഒരു അതായത് ഇപ്പൊ എന്താ പറയാ, ഇതിൽ നിന്ന് കിട്ടണ ഒരു വേ ഓഫ് ഹാപ്പിനെസ് ഒക്കെ അതൊരു വേറെ ഫീൽ ആണ്. ബിക്കോസ് നമ്മൾ കണ്ടിട്ട് പോടി ഇല്ലാത്ത ആൾക്കാരെ നമ്മളെ ഇഷ്ടപ്പെടുന്നു,
ലൈക്ക് ആ ഒരു കൂടെ ചേർത്ത് പിടിക്കണത് ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്റെ ലൈഫിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് പല സ്ഥലത്തുനിന്ന് എന്നെ മാറ്റി നിർത്തിയതും അങ്ങനെ ഒറ്റപ്പെട്ടു പോയതൊക്കെ ആയിട്ടുള്ള കുറെ കഥകളാണ് എനിക്ക് കൂടുതലും ഉള്ളത്. അപ്പം അങ്ങനെ ഒറ്റപ്പെട്ട് പോയ എനിക്ക് ലൈക്ക് എവിടെ നിന്നൊക്കെയോ കുറെ കൈത്താങ്ങ് കിട്ടിയ പോലത്തെ ഒരു ഫീലാണ്. അപ്പം എനിക്കിപ്പോ പറഞ്ഞ ഓരോ ഇൻസ്റ്റാ ഡി എം ആണെങ്കിലും ഇപ്പൊ കമന്റ് ആണെങ്കിലും എനിക്ക് അതാണ് സീരിയസ്ലി അതാണ് എനിക്ക് ആക്ച്വലി ഈ യൂട്യൂബ് ചാനൽ കണ്ടിന്യൂ ചെയ്ത് പോവാനുള്ള ഒരു മോട്ടീവ് എന്ന് പറയണത് ഈ ഒരു കമന്റും മെസ്സേജസ് ഒക്കെയാണ്. എനിക്ക് അതൊരു വലിയ കാര്യമാണ്. ഞാൻ എന്റെ ലൈഫിൽ ഇനി ഞാൻ എന്തൊക്കെ അച്ചീവ് ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും മറക്കാൻ പോവാത്ത ഒരു കാര്യമാണ് ഈ യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടിയ സപ്പോർട്ട്. എന്റെ ലൈഫിൽ ഇനി എന്തൊക്കെ വന്നാലും ഞാൻ ഈ യൂട്യൂബ് ചാനൽ നിർത്തണ കാര്യത്തിനെ പറ്റി ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. എനിക്ക് അത്രയും ഒരു ഹാപ്പിനെസ്സും മെന്റൽ പീസ് ഒക്കെ കിട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആക്റ്റീവ് അല്ലായിരുന്നു, എന്റെ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഞാൻ ആക്റ്റീവ് അല്ലായിരുന്നു. ദെൻ ഞാൻ അവിടെ നിന്ന് വീണ്ടും തുടങ്ങിയതാണ്. അതെ, വീണ്ടും തുടങ്ങിയതാണ്. ഇപ്പൊ ദാ ഇവിടം വരെ എത്തി. പിന്നെ ഈ ഒരു മൊമെന്റിൽ എനിക്ക് താങ്ക് യു പറയേണ്ട ഒരാളും കൂടി ഉണ്ട്, എന്റെ സൈക്കോളജിസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ യൂട്യൂബിൽ ആക്റ്റീവേ അല്ലായിരുന്ന സമയത്ത് ഞാൻ സൈക്കാട്രിക് കെയർ എടുത്തോണ്ട് നടന്ന സമയത്ത് എനിക്ക് ആകെ ഒരു മോട്ടിവേഷൻ തന്നത് പുള്ളിക്കാരെയാണ്. പുള്ളിക്കാരി എന്റെ അടുത്ത് പറഞ്ഞടാ വീഡിയോ ഒക്കെ ചെയ്യാം, അതിനിപ്പോ എന്താ, ഇയാൾ ചെയ്യ്, കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ എനിക്ക് കുറെ കണ്ടന്റ് സജഷൻ ഒക്കെ തരുമായിരുന്നു. അതായത് നമ്മളിങ്ങനെ സംസാരിച്ചോണ്ട് ഇതിനിടയ്ക്ക് എപ്പോഴും ഞാൻ പറഞ്ഞു എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുമായിരുന്നു, എന്റെ ഹോബി ചോദിച്ചപ്പോഴാന്ന് തോന്നുന്നു ഞാനിങ്ങനെ പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞാൽ നല്ല കാര്യമല്ലേ, ഇയാൾ ചെയ്യുക, അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ, ഇയാൾ ചെയ്യണോ, ഇയാൾ ബാക്കി ചെയ്യ്, വീണ്ടും കണ്ടിന്യൂ ചെയ്യാന്നൊക്കെ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആന്നൊക്കെ. അപ്പൊ പുള്ളിക്കാരി ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞു എടാ ഇയാൾ വീഡിയോ ചെയ്യുക, ഇയാൾ ആരെയാ പേടിക്കുന്നേ. അങ്ങനെ ഒരു കണക്കിന് പറഞ്ഞാൽ പുള്ളിക്കാരി എനിക്കൊരു മോട്ടീവ് ആയിരുന്നു. പിന്നെ ഞാനും ഇരുന്ന് ആലോചിച്ചു, അതായത് ഒരു മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. ഞാനത് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങി. ഇപ്പൊ ദാ ഇതുവരെ എത്തി. അങ്ങനെയൊക്കെയാണ് അപ്പൊ കാര്യങ്ങളുടെ ഒരു കിടപ്പ് വശം. ഞാൻ കൂടുതൽ അധികം ഒന്നും പറയുന്നില്ല, ഇപ്പൊ തന്നെ കുറച്ച് ഓവറായി കാണും. അപ്പോ എന്തുവാണെങ്കിലും ഓക്കെ. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, ഇത് കണ്ടോണ്ടിരിക്കണ ആർക്കെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോയി തുടങ്ങുക. ആരെയും മൈൻഡ് ചെയ്യരുത്. കളിയാക്കുന്നവരൊക്കെ കളിയാക്കിക്കോട്ടെ എന്ന് വിചാരിക്കണം. നിങ്ങളുടെ ഒരു ഫോക്കസ് അതും കൊണ്ട് മുന്നോട്ട് പോവാന്നൊക്കെ. എന്തായാലും ആ നെഗറ്റീവ് കമന്റ് ഇട്ട് എന്നെ വീണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടി മോട്ടീവ് ചെയ്ത നക്ഷത്ര എന്ന ഐഡിയ ഉണ്ടായിരുന്ന ആൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. സോ ഇതൊക്കെയാണ് എന്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. എന്റെ ഒരു യൂട്യൂബ് ജേർണി ഇതൊക്കെയായിരുന്നു. ഇതിനകത്ത് ഇടയ്ക്ക് ഞാൻ പറയാറില്ല, എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ഞാൻ ഒരു ചെറിയ അരണയാണ്. തമിഴൊക്കെ ഇടയ്ക്ക് കയറി വരണം, സോറി കേട്ടോ. അപ്പൊ ഞാൻ ചെറിയൊരു അരണ ആയതുകൊണ്ട് തന്നെ ഞാൻ ചിലതൊക്കെ മറന്നു പോവും. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അതാണ് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കണത്. എന്റെ യൂട്യൂബ് ചാനൽ കണ്ട് ഇൻസ്പയർ ആയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആൾക്കാരുണ്ടെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ ചാനൽ കണ്ടിട്ടാണ് ഞാൻ തുടങ്ങിയതെന്നൊക്കെ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. സോ അപ്പം എന്നെ ഇൻസ്പയർ ആയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആൾക്കാർ വരെ ഉണ്ട്. സോ ദിസ് ഇസ് മൈ യൂട്യൂബ് ജേർണി. പക്ഷെ ഇതിനകത്ത് പറയാൻ വിട്ടുപോയ എന്തെങ്കിലും ഉണ്ടോന്നോ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടേ ഇരിക്കണത്. കാരണം ഞാൻ ചെറിയൊരു അരണ ആയതുകൊണ്ട് തന്നെ ഞാൻ മറന്നു പോവും. അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് ഇരുന്ന് ആലോചിക്കണത്, എന്തെങ്കിലും ഇനി പറയാനുണ്ടോ, പറയാൻ വിട്ടുപോയോ എന്നൊക്കെ. ഓക്കെ, അപ്പം എനിക്ക് പറയണം തോന്നിയ വേറൊരു കാര്യം പറയാം. അതായത് എന്നെ എവിടെയെങ്കിലും ഒക്കെ വെച്ച് ആരെങ്കിലും തിരിച്ചറിഞ്ഞ ഒരു കുറച്ച് നിമിഷങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ മൊമെന്റ്സ് ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു തവണ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടുത്തെ ഒരു സ്റ്റാഫ് എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അവിടുത്തെ ഒരു നേഴ്സ് ആണെന്ന് തോന്നുന്നു, എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, വീഡിയോ ഒക്കെ ചെയ്യുന്നതല്ലേ, വീഡിയോ ഒക്കെ കാണാറുണ്ട്, നല്ലതാന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഓക്കെ താങ്ക് യു. ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ ആദ്യം ഐഡന്റിഫൈ ചെയ്തതാണ് എന്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഒരാൾ എന്നെ തിരിച്ചറിയണത്. അതായത് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യണ ആളല്ലേന്ന്. പിന്നെ ഞാൻ ഒരു തവണ ലുലുവിൽ പോയപ്പോ എന്റെ അടുത്ത് ഇതുപോലെ ഒരാൾ വന്നിട്ട് ചോദിച്ചു, വീഡിയോ ഒക്കെ ചെയ്യുന്നതല്ലേ, കാണാറുണ്ട്, നല്ലയാന്നൊക്കെ. പിന്നെ ഞാൻ ഇടയ്ക്ക് 2-4 അമ്പലത്തിലൊക്കെ എന്തോ പരിപാടിക്കൊക്കെ പോയപ്പോ അവിടെ കുറച്ച് പേര് വന്ന് എന്റെ അടുത്ത് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന ആളല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അന്ന് എന്റെ കൂടെ അമ്മ ഉണ്ടായിരുന്നേ. അപ്പൊ അമ്മ എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ പിന്നെ രാത്രിയാണെന്ന് തോന്നുന്നു തിരിച്ചു വന്നത്. അപ്പൊ കിടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുക. അപ്പൊ അമ്മ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അമ്മുമ്മയുടെ അടുത്ത് പറയുമായിരുന്നു,
അമ്മയും കിടക്കാനായിട്ട് വന്ന അമ്മൂമ്മ അടുത്ത് പറയുന്നത് ഇന്ന് കാണേണ്ടായിരുന്നു പിള്ളേരെ ഫാൻസ് എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് എന്റെ അമ്മ പറയും അപ്പൊ ഓരോ പിള്ളേരൊക്കെ ഓടിക്കൊണ്ടൊക്കെ വരണം നീ ഇവളെ കണ്ടപ്പോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ എനിക്ക് മറ്റേ ബ്ലഷി മൂമെന്റ് ആയിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് എന്റെ അമ്മൂമ്മ വന്നിട്ട് പറഞ്ഞു, അമ്മൂമ്മ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. അപ്പം അമ്മൂമ്മ നോക്കിയപ്പോ എന്റെ സൗണ്ട് എവിടെ നോ കേൾക്കുകയാണ്. അപ്പൊ അമ്മൂമ്മ വിചാരിച്ച് ഞാൻ അവിടെ ഇവിടെ നിൽക്കുവാണെന്ന്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് അമ്മൂമ്മ നോക്കിയപ്പോ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന ഒരാൾ എന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അമ്മൂമ്മ ഓക്കെ എന്റെ സ്റ്റോറേജ് ഒന്ന് ഫുൾ ആയതാ കേട്ടോ. എനിക്ക് പിന്നെ ഇതൊരു പുത്തരിയായിട്ടുള്ള കാര്യമല്ല. ഇപ്പൊ നിങ്ങൾക്കും ഇത് കേട്ട് കേട്ട് നിങ്ങൾക്കും അതങ്ങ് ഇതായല്ല. അപ്പൊ ഇങ്ങനെ എന്നെ തിരിച്ചറിഞ്ഞ് വന്ന് സംസാരിച്ച് കുറെ മൊമെന്റ്സ് ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്നെ പേഴ്സണലി അറിയാവുന്നവരടുത്ത് പോയിട്ടൊക്കെ ചോദിക്കും ഇത് മറ്റേ വീഡിയോ ചെയ്യണ അങ്ങനെയൊക്കെ കുറെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടാ. അപ്പൊ എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞ് ഈ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നുമില്ല. എന്റെ സ്റ്റോറേജ് ഇനി ഉടനെ അടുത്ത് അടിച്ചു പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഫോണിലെ ചാർജും 20% ആയി. അപ്പൊ എന്തായാലും ഞാൻ പോട്ടെ. എല്ലാവർക്കും ഒരു നല്ല രാമായണ മാസം ഞാൻ ആശംസിച്ചുകൊണ്ട് എന്റെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. അപ്പൊ എനിവേസ് അത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.